വെൽക്കം ബാക്ക് ടു ലേൺ അക്കാഡമിയ മലയാളം. ലേൺ അക്കാഡമിയ മലയാളത്തിലേക്ക് ഇവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഇസ് ആരോ ഡെബ്രൂ മോഡൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡലിന്റെ വെരി ഇമ്പോർട്ടൻറ്റ് ഡയമെൻഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം. സോ കമ്മിങ് ടു ആരോ ഡെബ്രൂ മോഡൽ, when it comes to modern general equilibrium theory, modern general equilibrium theory എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു മോഡൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ എന്താണ് മോഡേൺ ജനറൽ ഇക്വിലിബ്രിയം തിയറി എന്ന് പറയുന്നതിന് മുന്നേ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് കോൾഡ് ദ ജനറൽ ഇക്വിലിബ്രിയം തിയറി. ജനറൽ ഇക്വിലിബ്രിയം തിയറി എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾ മാർക്കറ്റ്സ് ആർ ഇൻ ഇക്വിലിബ്രിയം സൈമൾട്ടേനിയസ്ലി, അല്ലെ? എല്ലാ മാർക്കറ്റ്സും ആർ ഇൻ ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയത്തിൽ പോവാണ്, ദാറ്റ് ടു ഒരേ സമയത്തിൽ. സോ ഇതിന്റെ ഒരു മോഡേൺ വെർഷൻ നമ്മൾ എടുത്തു നോക്കുകയാണ്, അല്ലെങ്കിൽ മോഡേൺ വെർഷൻസ് എടുത്ത് നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ ആരോ ഡെബ്രൂ മോഡൽ വളരെ വലിയൊരു പ്രാധാന്യം വഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ കമ്മിങ് ടു ദ പീപ്പിൾ ഹു ആർ ആക്ച്വലി ഡെവലപ്പിംഗ് ദ ആരോ ഡെബ്രൂ മോഡൽ, ഇവിടെ നമുക്കുള്ളത് രണ്ട് ഇക്കോണമിസ്റ്റ് ആണ്. ഒന്ന് കെന്നത്ത് ആരോ, മറ്റേത് ഗെറാർഡ് ഡെബ്രൂ. അപ്പൊ ഇവരാണ് ശരിക്കും 1950s ഒരു മോഡൽ കൊണ്ടുവരുന്നത്. ആൻഡ് അതിനെ നമ്മൾ ആരോ ഡെബ്രൂ മോഡൽ എന്ന് വിളിക്കുന്നു. ഇവരുടെ പേര്, രണ്ടുപേരുടെയും പേരെടുത്തിട്ട് ആണ് നമ്മൾ ആക്ച്വലി കെന്നത്ത് ആരോയുടെ ആരോയും ഗെറാർഡ് ഡെബ്രൂയുടെ ഡെബ്രൂവും എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ മോഡലിനെ നമ്മൾ ഇത്രയും അഡ്രസ് ചെയ്ത് ഫേമസ് ആക്കിയിട്ടുള്ളത്. സോ കമ്മിങ് ടു ദ സ്പെസിഫിക്കേഷൻ ഓഫ് ദ മോഡൽ, ഈ ഒരു മോഡൽ നമുക്ക് എന്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞു തരുന്നത്? മോഡേൺ ജനറൽ ഇക്വിലിബ്രിയം തിയറി ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഒരു മോഡൽ സ്പെസിഫിക്കലി എന്താണ് ഇവിടെ പറയുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ദിസ് മോഡൽ is actually providing a rigorous mathematical proof for the existence of a set of prices. അതായത് ഒരു സെറ്റ് ഓഫ് പ്രൈസസ്, നമ്മുടെ ഇക്കോണമിയിൽ പല മാർക്കറ്റ്സ് ഉണ്ട്, അല്ലെ? ഗുഡ്സ് മാർക്കറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഫാക്ടർ മാർക്കറ്റ്സ് ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള മാർക്കറ്റ്സ് നമ്മുടെ ഇക്കോണമിയിലുണ്ട്. അപ്പോൾ ഓരോ മാർക്കറ്റിനും ഓരോ സെറ്റ് ഓഫ് പ്രൈസസ് നമുക്ക് വേണം. അപ്പോൾ ഇങ്ങനെ കുറെ സെറ്റ് ഓഫ് പ്രൈസസ് അല്ലെങ്കിൽ കുറെ പ്രൈസസ് അല്ലെങ്കിൽ ഈ ഒരു പ്രൈസസിന്റെ ഒരു സെറ്റ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ എല്ലാ മാർക്കറ്റിലും എന്ത് വേണം? ഇക്വിലിബ്രിയം കൊണ്ടുവരണമെങ്കിൽ എല്ലാ മാർക്കറ്റിലും ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകണം, അല്ലെ? എല്ലാ മാർക്കറ്റിലും ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുമ്പോഴാണ് നമ്മൾ അവിടെ എന്തെന്ന് പറയുന്നത്, ഒരു ബാലൻസ് എത്തി അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം എത്തി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മാർക്കറ്റിലും ഇങ്ങനെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന കോണ്ടെക്സ്റ്റിൽ എല്ലാ മാർക്കറ്റിലും അങ്ങനെ ഓരോ പ്രൈസും വരുന്നുണ്ട്. അപ്പൊ മാർക്കറ്റ് 1 ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഈക്വൽ ആകുന്ന, ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് 1 ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന ഒരു പ്രൈസ് ഉണ്ട്, ദാറ്റ് ഇസ് P1. മാർക്കറ്റ് 2 ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന ഒരു പ്രൈസ് ഉണ്ട്, ദാറ്റ് ഇസ് P2. അങ്ങനെ ഓരോ മാർക്കറ്റിനും എന്തുണ്ട്? ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന പ്രൈസ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റിനും ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന ഒരു പ്രൈസ് ഉണ്ട്. സോ യു വിൽ ബി ഗെറ്റിംഗ് എ സെറ്റ് ഓഫ് പ്രൈസസ് ദാറ്റ് വിൽ ബി ബാലൻസിങ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അക്രോസ് ഓൾ ദ മാർക്കറ്റ് സൈമൾട്ടേനിയസ്ലി. ഇങ്ങനെ സൈമൾട്ടേനിയസ്ലി എല്ലാ മാർക്കറ്റ്സും ഒരു ഇക്വാലിറ്റിയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ മാർക്കറ്റിനും ഒരു ഇക്വിലിബ്രിയം വരുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് എ സെറ്റ് ഓഫ് പ്രൈസസ്, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു സെറ്റ് ഓഫ് പ്രൈസസ് എക്സിസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഉള്ള ഒരു മാത്തമാറ്റിക്കൽ പ്രൂഫ് ആണ് ആര് തന്നിട്ടുള്ളത്? നമ്മുടെ കെന്നത്ത് ആരോയും ഗെറാർഡ് ഡെബ്രൂവും തന്നിട്ടുള്ളത്. സോ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ആരോ ഡെബ്രൂ മോഡലിനെ ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ ക്രക്സ് ഓഫ് ദ തിയറി. അപ്പോ ഈ ആരോ ഡെബ്രൂ മോഡലിനെ പറ്റി നമ്മൾ പറയുമ്പോൾ യു ഡു ഹാവ് എ സെറ്റ് ഓഫ് കോർ ഒബ്ജക്റ്റീവ്സ് ഹിയർ. ഈ ആരോ ഡെബ്രൂ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഇവിടെ നോക്കണം. അപ്പോൾ ശരിക്കും നമ്മുടെ ജനറൽ ഇക്വിലിബ്രിയം മോഡലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഇസ് ഓൾ അബൌട്ട് എക്സിസ്റ്റൻസ്. അപ്പോൾ ആരോ ഡെബ്രൂ മോഡൽ ചോദിക്കുകയാണ്, ഡു വി ഹാവ് എ സെറ്റ് ഓഫ് പ്രൈസസ് ദാറ്റ് ക്യാൻ ക്ലിയർ ഓൾ ദ മാർക്കറ്റ്സ്? എല്ലാ മാർക്കറ്റ്സും ഒരേ സമയം ക്ലിയർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു സെറ്റ് ഓഫ് പ്രൈസസ് ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Second question is all about stability. What is stability? If we are away from equilibrium, will the market move toward it? അതായത് എക്കോണമി എപ്പോഴും ഇക്വിലിബ്രിയത്തിൽ ഇരിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. So there could be some disturbances that will be moving the economy away from equilibrium, അല്ലെ? വൺസ് ഒരു ഡിസ്റ്റർബൻസ് വന്ന് ഇക്കോണമി ഇക്വിലിബ്രിയത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അതിന് ഇക്വിലിബ്രിയത്തിൽ തിരിച്ചു വരാൻ പറ്റും.
ഇഫ് യു ആർ അവേ ഫ്രം ഇക്വിലിബ്രിയം, അതല്ലെങ്കിൽ പ്രസന്റ് സിറ്റുവേഷനിൽ തന്നെ നമ്മൾ ഇക്വിലിബ്രിയത്തിന്റെ പുറത്താണെങ്കിൽ ക്യാൻ ബി ആക്ച്വലി മൂവ് ടുവേർഡ് ഇക്വിലിബ്രിയം? നമുക്ക് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ പറ്റുമോ? അറ്റ് പ്രസന്റ് നമ്മൾ ഇക്വിലിബ്രിയത്തിൽ അല്ലെങ്കിൽ അറ്റ് പ്രസന്റ് ഡിസിക്വിലിബ്രിയം ആണെന്ന് വിചാരിക്കാം. അറ്റ് പ്രസന്റ് ഒരു ഡിസിക്വിലിബ്രിയം സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കാം. സോ നമ്മൾ ഡിസിക്വിലിബ്രിയത്തിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഡിസിക്വിലിബ്രിയത്തിൽ നമുക്ക് ഇക്വിലിബ്രിയത്തിൽ എത്താൻ പറ്റുമോ? This is what we are actually having as the second core objective. Now coming to the next objective, which is actually talking about the optimality. അതെന്താണ് ചോദിക്കുന്നത്? Is the resulting allocation socially efficient? അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആക്ച്വലി അത് ഒരു സോഷ്യലി എഫിഷ്യന്റ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് ആണോ, സോഷ്യലി എഫിഷ്യന്റ് ആണോ, അതോ ഇൻഎഫിഷ്യന്റ് ആണോ? ഇൻഎഫിഷ്യന്റ് ആണെങ്കിൽ കംപ്ലീറ്റ് പോക്കാണ്. സോ വാട്ട് വി റിക്വയർ ഇസ് സോഷ്യലി എഫിഷ്യന്റ് സെനാരിയോ, അല്ലെ? സോഷ്യലി എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിലുള്ള റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ അവിടെ നടക്കണം. നമുക്കറിയാം, നമുക്ക് കയ്യിലുള്ള റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. ഈ ലിമിറ്റഡ് റിസോഴ്സസ് നമ്മൾ ഇക്കോണമിയിലെ പല ആവശ്യങ്ങൾക്കായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ദ റിസൾട്ട് ഷുഡ് ബി സോഷ്യലി എഫിഷ്യന്റ്. ഇതാണ് നമ്മുടെ ഇന്റൻഷൻ. അപ്പൊ അങ്ങനെ ഒരു അലോക്കേഷൻ ആണോ, സോഷ്യലി എഫിഷ്യന്റ് ആയിട്ടുള്ള അലോക്കേഷൻ ആണോ നമുക്ക് ഇവിടെ കിട്ടുന്നത്? ഓക്കെ, സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് കോർ ഒബ്ജക്റ്റീവ്. ഇവിടെ ശരിക്കും ഈ ആരോ ഡെബ്രൂ മോഡലില് ഒരുപാട് അസംഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അസംഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രീ കണ്ടീഷൻസ്. ഈ പ്രീ കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ മോഡൽ വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന അസംഷൻസിൽ ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു അറ്റൈൻ എനി ഓഫ് ദീസ് പെർട്ടിക്കുലർ സെറ്റിംഗ്, വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് അവിടെ ഈ മോഡൽ വർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് ആയിരിക്കും. അല്ലെങ്കിൽ ഈ എല്ലാ അസംഷൻസും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും ഈ ഒരു മോഡൽ പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ അസംഷൻസ്. ദ ഫസ്റ്റ് അസംഷൻ ഇസ് ടോക്കിംഗ് അബൌട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം എന്താണ് ഇവിടെ. there would be large number of buyers and sellers, അല്ലെ? ഇവിടെ സെല്ലേഴ്സ് എല്ലാം തന്നെ എന്താണ്? പ്രൈസ് ടേക്കേഴ്സ് ആണ്. കാര്യം എന്താണ്? ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ആണ്. ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ആണ് നമുക്ക് മാർക്കറ്റിലുള്ളത്. ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ആണ് മാർക്കറ്റിലുള്ളത്. ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് എന്ന് പറയുമ്പോൾ ഒരേ പ്രോഡക്റ്റ് തന്നെ, ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് എല്ലാ സെല്ലേഴ്സും വിൽക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു സെല്ലറിന് മറ്റേ സെല്ലർ വിൽക്കുന്ന പ്രോഡക്റ്റിന്റെ പ്രൈസിനേക്കാൾ, എല്ലാവരും ഒരേ പ്രോഡക്റ്റ് ആണ്, സിമിലർ പ്രോഡക്റ്റ് ആണ് വിൽക്കുന്നത്. യു കാൺ ഡിസ്റ്റിങ്ക്യൂഷ് ദ പ്രോഡക്ട്സ് ഓഫ് ഡിഫറെന്റ് സെല്ലേഴ്സ്. അതായത് സെല്ലർ എ വിൽക്കുന്ന പ്രോഡക്റ്റും സെല്ലർ ബി വിൽക്കുന്ന പ്രോഡക്റ്റും നമ്മൾ നോക്കുമ്പോൾ ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തമ്മിൽ ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇൻ ദ കേസ് ഓഫ് പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് സ്ട്രക്ചർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവര് രണ്ടുപേരും സിംഗിൾ പ്രൈസിലായിരിക്കും, സെയിം പ്രൈസിലായിരിക്കും ഈ സാധനം മാർക്കറ്റിൽ വിൽക്കുന്നത്. സോ ദിസ് അപ്ലൈസ് ടു ഓൾ ദ സെല്ലേഴ്സ്. ഇവരെല്ലാവരും തന്നെ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ വാട്ട് എവർ ഇസ് എ ഗിവൺ പ്രൈസ് ഇൻ ദ മാർക്കറ്റ്, എന്താണോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് അവർ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അതേ പ്രൈസിൽ തന്നെ അവരുടെ പ്രോഡക്റ്റ് വിൽക്കുകയാണ് ചെയ്യുന്നത്. സോ ദേ വിൽ ബി ദ പ്രൈസ് ടേക്കേഴ്സ്, ദേ കൻ നോട്ട് ഇൻഫ്ലുവൻസ് ദ പ്രൈസ്. അപ്പൊ അങ്ങനെ ഒരു സെറ്റിംഗ് ആണ് ഇവിടെ നമ്മുടെ ആരോവും ഡെബ്രൂവും വിചാരിച്ചിരിക്കുന്നത്, അവർ അസ്യൂം ചെയ്തിരിക്കുന്നത്. സോ ദർ വുഡ് ബി എനി സിംഗിൾ എൻറ്റിറ്റി ദാറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ പ്രൈസ്. നോ സിംഗിൾ എൻറ്റിറ്റി ഓർ നോ സെല്ലർ ക്യാൻ ഇൻഫ്ലുവൻസ് ദ പ്രൈസ്. അതാണ് ഫസ്റ്റ് അസംഷൻ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യുമെന്ന്. ഡെഫിനറ്റ്ലി ഇതൊന്നും റിയാലിറ്റി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഈ റിയാലിറ്റി വാട്ട് വി ഹാവ് ഇസ് എ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അല്ലെ? റിയാലിറ്റിയിൽ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണല്ലോ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഡെഫിനറ്റ്ലി ഒരു ഐഡിയൽ കൈൻഡ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്, ബട്ട് ദാറ്റ് ഡസന്റ് എക്സിസ്റ്റ് ഇൻ റിയാലിറ്റി, അല്ലെ? ഇനി കമ്മിങ് ടു ദ നെക്സ്റ്റ് അസംഷൻ, വി ഹാവ് ദ അസംഷൻ ഓഫ് കോൺവെക്സിറ്റി. എന്താണ് ഈ കോൺവെക്സിറ്റി അസംഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ സെറ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെ കൺസ്യൂമേഴ്സിന്റെ പ്രിഫറൻസസ് എടുത്ത് നോക്കുകയാണെങ്കിലും ഇത് കോൺവെക്സ് ആണ് എന്നാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ജസ്റ്റ് ടോക്ക് അബൌട്ട് ദ ഇൻഡിഫറൻസ് കർവ്. അപ്പൊ നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ പഠിക്കുമ്പോൾ ഇൻഡിഫറൻസ് കർവിനെ പറ്റിയിട്ട് പഠിക്കുക, അല്ലെ? സോ ഇൻഡിഫറൻസ് കർവിനെ പറ്റിയിട്ട് കൺസ്യൂമർ ബിഹേവിയറിൽ പഠിക്കും. ആൻഡ് ഓൾസോ വെനെവർ ഇറ്റ് കംസ് ടു നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ വി ടോക്ക് അബൌട്ട് ഐസോകോൺസ്, അല്ലെ? അപ്പൊ ഇത് രണ്ടിന്റെയും ഷേപ്പ് ഒന്ന് ആലോചിച്ച് നോക്കി. സോ ദീസ് ആർ ലൈക്ക് ദിസ്.
ഇങ്ങനെയല്ല ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കൺസ്യൂമർ പ്രിഫറൻസിന്റെ കേസ് എടുക്കുമ്പോൾ IC ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് IC നമ്മൾ ഇവിടെ ഗുഡ് Y എടുക്കും, Y ആക്സിസിൽ ഗുഡ് Y എടുക്കും, ഇവിടെ നമ്മൾ ഗുഡ് X എടുക്കും. രണ്ട് ഗുഡ്സ് ആണ് രണ്ട് ആക്സിസിലുമായിട്ട് നമ്മൾ എടുക്കുന്നത്. സോ ഇഫ് യു ടോക്ക് അബൌട്ട് ദിസ് ഐസ് അക്കൗണ്ട് ആണെങ്കിൽ എന്താണ് ഇത്? ഐസ് അക്കൗണ്ട് ആണ്, ലെറ്റ് ഇറ്റ് ബി IQ ഓർ ഐസ് അക്കൗണ്ട്. ഇവിടെ നമ്മൾ ലേബർ എടുക്കും, ഇവിടെ നമ്മൾ ക്യാപിറ്റൽ എടുക്കും, രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എടുക്കും അല്ലെ. അപ്പൊ ഇതിന്റെ ഷേപ്പ് ഒന്ന് നോക്കി, കോൺവെക്സ്, റൈറ്റ്? So here we are talking about a scenario of diminishing context അല്ലെ. ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസിന്റെ അല്ലെങ്കിൽ പ്രിഫറൻസ് ഫോർ വെറൈറ്റിനൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. Okay, so this is next assumption, the assumption of convexity. അടുത്ത ഒരു അസംഷൻ ആണ് കംപ്ലീറ്റ് മാർക്കറ്റ്. എന്താണ് ഈ കംപ്ലീറ്റ് മാർക്കറ്റ്സ്? അതായത് നമ്മുടെ ആരോവും ഡെബ്രൂവും വിചാരിക്കുകയാണ് എന്തൊക്കെ ഗുഡ്സും ഉണ്ടോ അതിനൊക്കെ തന്നെ ഒരു മാർക്കറ്റ് അവൈലബിൾ ആണ്. മാർക്കറ്റ് ഇല്ലാത്ത ഗുഡ്സിനെ പറ്റിയിട്ടൊന്നും നമ്മൾ ഇവിടെ പറയുന്നില്ല. there is a market for every possible good. so ഗുഡ്സ് ഡെലിവറി ചെയ്തിട്ടുള്ള ഗുഡ്സ്, അതായത് പല സമയങ്ങളിലായിട്ട് ഡെലിവറി ചെയ്തിട്ടുള്ള ഗുഡ്സ് നമ്മൾ എടുത്ത് നോക്കൂ. പല സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെയൊക്കെ തന്നെ നമുക്ക് എന്തുണ്ട്? വി ഡു ഹാവ് എ പോസിബിലിറ്റി ഓഫ് മാർക്കറ്റ്. അപ്പൊ മാർക്കറ്റ് ഉണ്ടെങ്കിൽ എന്താണ്? യു ഡു ഹാവ് സംതിങ് കോൾഡ് പ്രൈസസ് അല്ലെ. പ്രൈസ് ഇല്ലാതെ മാർക്കറ്റിനെ പറ്റിയിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. സോ മാർക്കറ്റ് അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? there would be prices also available in every market. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിക്കുക, നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എന്താണ്? അതായത് there exists something called a set of prices that will be making equality between demand and supply in all the markets. അതായത് ഓരോ മാർക്കറ്റിലും ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രൈസ് ഉണ്ട് എന്നാണ് നമ്മൾ അവിടെ പറഞ്ഞു തുടങ്ങിയത്. സോ ദിസ് ഇസ് സംതിങ് that is again established by the assumption that is given in the form of complete markets. Okay, അടുത്ത ഒരു അസംഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ there is no externalities. ആരോൺ ഡെബ്രൂവും പറയാണ് എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറഞ്ഞ ഒരു സംഭവമേ ഇല്ല. എന്താണ് എക്സ്റ്റേണാലിറ്റി? എക്സ്റ്റേണാലിറ്റി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ വേറൊരാൾക്ക് അതിന്റെ ഇഫക്റ്റ് ഉണ്ടാവുന്നു, പക്ഷേ അതിന്റെ ഇഫക്റ്റിനെ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രൊഡക്ഷൻ സൈഡിലായാലും കൺസംഷൻ സൈഡിലായാലും ഒരു ഏജന്റ് എന്തെങ്കിലും ചെയ്യുന്നു എന്ന് വെച്ചിട്ട് അത് മറ്റൊരാളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഇവരിവിടെ വിചാരിക്കുന്നത്. പക്ഷെ അവിടെയും നമുക്ക് റിയാലിറ്റിയിൽ അറിയാം എന്താണ് എക്സ്റ്റേണാലിറ്റി. റിയാലിറ്റിയിൽ നമ്മൾ സഹിച്ച് കഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ പൊല്യൂഷൻ ഒക്കെ എടുത്ത് നോക്കൂ. അതായത് ഫോർ എക്സാമ്പിൾ ഫാക്ടറീസ് റിവറിലൊക്കെ അവരുടെ വേസ്റ്റ് കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നു. ഇപ്പൊ ഫാക്ടറി ഓണർ അല്ലെങ്കിൽ ഫാക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾ എന്താ ചെയ്യുന്നത്? സോ ദ പേഴ്സൺ ഈസ് ആക്ച്വലി ഡംപിങ് വേസ്റ്റ് ഇൻ ടു ദ റിവർ അല്ലെ. അയാൾ ഹീസ് ഡൂയിങ് സം ആക്ഷൻ. അപ്പൊ അത് കാരണം അതിന്റെ ഇഫക്റ്റ് എന്തോരം ആൾക്കാരാണ് അനുഭവിക്കുന്നത്, എന്തോരം ആൾക്കാരാണ് ഇത് കാരണം കഷ്ടപ്പെടുന്നത്. സോ whenever one person is doing some action, നമുക്ക് അവിടെ എക്സ്റ്റേണാലിറ്റി ഇല്ല എന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. there can be externality. അപ്പോൾ ഈ പൊല്യൂഷൻ കാരണം അതിന്റെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഈ പൊല്യൂട്ട് ചെയ്ത വ്യക്തിയോട് പോയി പറയാൻ പറ്റില്ല നിങ്ങൾ ഇത്രയും പൊല്യൂഷൻ സൃഷ്ടിച്ചത് കൊണ്ട് ഇത്ര മാത്രം ഇമ്പാക്ട് നമുക്ക് ഉണ്ടായി, അതിനെ കംപ്ലീറ്റ് ആയിട്ട് ക്വാണ്ടിഫൈ ചെയ്ത ഒരു എമൗണ്ട് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല. ഇത്രയും പൈസ നിങ്ങൾ ഞങ്ങൾക്ക് തരുകയാണെങ്കിൽ ഞങ്ങൾ അനുഭവിച്ച കംപ്ലീറ്റ് സഫറിങ്ങിന് കോമ്പൻസേറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള എക്സാക്ട് കോമ്പൻസേഷൻ നമുക്ക് അവിടെ കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് സഫറിങ് ഇസ് ആക്ച്വലി ബിയോണ്ട് മണി. മോണിറ്ററി ആസ്പെക്റ്റിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ എത്രയോ അപ്പുറമായിട്ടുള്ള കുറെ സഫറിങ് നമ്മൾ അവിടെ അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും ആ ഒരു എലമെന്റ് ഇവിടെ വരുന്നില്ല. സോ എക്സ്റ്റേണാലിറ്റി എന്ന് പറയുമ്പോൾ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഉണ്ട്. സോ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും നമ്മുടെ ആരോൺ ഡെബ്രൂ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവർ ഇവിടെ പറയുന്നത് എന്താണ് there is no externality എന്ന്. Okay, again this is not at all connected to reality. റിയാലിറ്റിയിൽ something different is happening, right? അപ്പോ ഇവിടെ ആരോയും ഡെബ്രൂവും എടുത്ത് നോക്കുമ്പോൾ ഇവരുടെ ഈ മോഡലിൽ they are talking about the role of uncertainty and time. നമുക്കറിയാം റിയാലിറ്റിയിൽ നമ്മൾ നാളത്തെ പറ്റിയിട്ട്, നാളെ എന്ത് എക്സാക്ട്ലി നടക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ സർട്ടൻ ആയിട്ട് ഒന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് റിയാലിറ്റി ഈസ് സംതിങ് ദാറ്റ് ഇസ് അൺപ്രെഡിക്റ്റബിൾ. നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ്? അൺപ്രെഡിക്റ്റബിൾ ആണ്.
അൺപ്രഡിക്റ്റബിൾ ആണ് അല്ലെ. യു കനോട്ട് പ്രെഡിക്റ്റ് ഇറ്റ്, അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പോ നിങ്ങൾ വിചാരിക്കുമ്പോൾ നമ്മൾ കാലാവസ്ഥയെ പറ്റിയിട്ടൊക്കെ പറയുന്നില്ലേ, നാളെ ഇത്ര ശതമാനം മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇല്ലേ നമുക്ക് പറയാം, അങ്ങനെ പറയാം. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന അതേപോലെ അങ്ങനെ സംഭവിക്കും എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നമ്മൾ എഴുന്നേറ്റിട്ട് ഇന്നത്തെ ദിവസം മൊത്തം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് കംപ്ലീറ്റ് നമുക്കൊരു പ്രഡിക്ഷൻ നടത്താൻ പറ്റൂ. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ യഥാർത്ഥത്തിൽ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത പലതും ചിലപ്പോൾ ഇന്നത്തെ ദിവസം സംഭവിച്ചിരിക്കാം. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റ് നമ്മളുടെ ലൈഫിൽ ഉള്ളത് കൊണ്ട്, അൺസർട്ടനിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഉള്ളത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം ഈസ് സംതിങ് ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. ഒരാൾ ബിസിനസ് ചെയ്യുമ്പോൾ അയാൾക്ക് വേണ്ടത് എന്താണ്? പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി എല്ലാവരും ബിസിനസ് ചെയ്യുന്നു. പക്ഷെ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും പ്രോഫിറ്റ് ആണോ കിട്ടുന്നത്? ഇല്ല, പലർക്കും ലോസ് കിട്ടുന്നുണ്ട്. So here we have to take into consideration something called dated commodities. Okay, അപ്പോൾ ഇവര് ആരോൺ ഡെബ്രൂവും പറയാണ് ഡേറ്റഡ് കമ്മോഡിറ്റീസ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുക. സോ വാട്ട് ഈസ് ഇറ്റ്? അതായത് അവർ പറയാണ് a good is defined not just by its physical properties but by when and where it is available. ഒരു ഗുഡിനെ ഒരിക്കലും നിങ്ങൾ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മാത്രം വെച്ചിട്ട് അതിനെ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോവരുത്. along with the physical properties take into consideration എവിടെ കിട്ടും, ഇത് എപ്പോഴാണ് കിട്ടുന്നത് എന്നും കൂടെ ഒന്ന് ആക്ച്വലി സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, an umbrella today, this is actually different from an umbrella next year. അപ്പൊ ഇന്നത്തെ അംബർല ആയിരിക്കില്ല നാളത്തെ അംബർല എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജസ്റ്റ് ഈ അംബർലയുടെ എക്സാമ്പിൾ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം പണ്ട് അവൈലബിൾ ആയിട്ടുള്ള അംബർലയുടെ ക്വാളിറ്റീസും ഫീച്ചേഴ്സ് ഒന്നും അല്ല ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കാര്യം. ഈ മാത്രമല്ല ഇത് എപ്പോഴാണ് കിട്ടുന്നത്, വെയിലത്താണോ അല്ലെങ്കിൽ മഴയത്താണോ, അത് എവിടെയാണ് കിട്ടുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അവബോധം ഉണ്ടായിരിക്കണം. ഓക്കെ, so that is it all about the dated commodities. Dated commodities ന്റെ physical properties മാത്രമല്ല ഇമ്പോർട്ടന്റ്, അത് എവിടെ കിട്ടും എപ്പോൾ കിട്ടും എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. And also these people are talking about something called the contingent claims. എന്താണ് ഈ contingent claims? contingent claims കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗുഡ്സിനെ ശരിക്കും എവിടെ കിട്ടും എപ്പോൾ കിട്ടും അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ് ഇത് മാത്രം വെച്ച് ഡിസ്ക്രൈബ് ചെയ്താൽ പോരാ, ഇവിടെ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയണം. ഫോർ എക്സാമ്പിൾ, യു ഷുഡ് ടോക്ക് അബൌട്ട് ദ സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഓഫ് ദ ഗുഡ്. അപ്പൊ ഇവിടെ ശരിക്കും നമ്മൾ പറയുന്നത് ഒരു കോൺട്രാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കേസാണ്. അപ്പൊ എന്താണ്? സോ യു ക്യാൻ ടോക്ക് അബൌട്ട് എ ട്രേഡ് ഓഫ് കോൺട്രാക്ട് ദാറ്റ് വുഡ് ബി ഡെലിവറിങ് എ ഗുഡ് ഇഫ് ഇറ്റ് റേറ്റ്സ്. അതായത് നമ്മൾ പറഞ്ഞു എന്താണ് ടോക്കിംഗ് അബൌട്ട് സംതിങ് കോൾഡ് അൺസർട്ടനിറ്റിനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ നാളത്തെ കേസ് എടുക്കുകയാണ്, നാളെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയാണ് യു വിൽ പർച്ചേസ് എ ഗുഡ് ഇറ്റ് സെൽഫ്. പക്ഷേ നിങ്ങൾ എപ്പോഴായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്? നിങ്ങൾ പറയാണ് യു ആർ ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് സംതിങ് കണക്റ്റഡ് ടു അൺസർട്ടനിറ്റി. നിങ്ങൾ അൺസർട്ടനിറ്റിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഒരു പ്രോമിസ് ഇവിടെ പറയുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടും സംസാരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. ആൻഡ് വാട്ട് ഈസ് എ പ്രോമിസ്? നിങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. സാധാരണ നിങ്ങൾ വെറുതെ ഒരു പ്രോമിസ് കൊടുക്കുന്നതിനപ്പുറം നിങ്ങൾ ഇങ്ങനെ പറയാണ്, നാളെ ഞാൻ നിനക്ക് ഇത് എന്തായാലും തരാം എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്, യു വിൽ ഡെലിവർ ഇഫ് സംതിങ് അക്കേഴ്സ്. നാളെ ഇത് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് തരാം, ഈ ഞാൻ പറഞ്ഞ സാധനം തരാം. നാളെ ഇത് സംഭവിച്ചില്ലെങ്കിലോ ഞാൻ പറഞ്ഞ സാധനം തരില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പറയാണ് നാളെ മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ സാധനം നിങ്ങൾക്ക് തരാം. നാളെ മഴ പെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞ സാധനം നിങ്ങൾക്ക് തരില്ല എന്നാണ് അതിന്റെ അർത്ഥം. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ആൻ അൺസർട്ടൻ ഈവന്റ്. നാളെ മഴ പെയ്യുമോ ഇല്ലയോ എന്ന് ഇന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നാളെ പല സമയങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് നാളെ എന്തായാലും മഴ പെയ്യും എന്നൊക്കെ പറഞ്ഞ് ഈ കാലാവസ്ഥ പ്രവചനമൊക്കെ കഴിയുമ്പോഴും നമ്മൾ ഉദ്ദേശിച്ചിരിക്കണം ഓക്കെ കാലാവസ്ഥ പ്രവചനം അനുസരിച്ച് നാളെ മഴ പെയ്യും എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ നാളെ ആകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നാളെ ഈവനിങ് ഒക്കെ ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്, മഴ പെയ്തിട്ടില്ല. കാലാവസ്ഥ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മഴ പെയ്തിട്ടില്ല. സോ
എന്ത് വേണം സംഭവിക്കാം, നാളെ എന്ത് വേണം സംഭവിക്കാം. സോ ഇന്ന് നിങ്ങൾ പറയണം നാളെ മഴ പെയ്യുകയാണെങ്കിൽ ഐ വിൽ ഗിവ് യു ദ ഗുഡ് എന്ന് പറയണം. സോ ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് യു ആർ ബൈയിങ് ദ ഗുഡ് ഇറ്റ് സെൽഫ്, യു ആർ ആക്ച്വലി ഗിവിങ് ദ ഗുഡ് ഇറ്റ് സെൽഫ്. ഇൻസ്റ്റെഡ് എപ്പോഴാണ് നിങ്ങൾ ആ ഒരു ഡെലിവറി നടത്തുന്നത്, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫ്യൂച്ചർ ഓൺലി ഇഫ് ഇറ്റ് റെയിൻസ്. ഓക്കെ, സോ ഇത് നമുക്ക് നമ്മുടെ ഇൻഷുറൻസ് മാർക്കറ്റ്, ഫൈനാൻഷ്യൽ മാർക്കറ്റിലൊക്കെ തന്നെ അവിടെ ഒരു അനാലിസിസ് നടത്താനായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഡെഫിനറ്റ്ലി ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇൻ ഇൻഷുറൻസ് മാർക്കറ്റ്, ഫൈനാൻഷ്യൽ മാർക്കറ്റ് എക്സെട്ര. Now come to the relation to welfare economics. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ വെൽഫെയർ ഇക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള 2 ഫണ്ടമെന്റൽ തിയറംസ് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു ഐഡിയ ഉപയോഗിക്കാം, ആരോ-ഡെബ്രൂ മോഡൽ ഉപയോഗിക്കാം. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് തിയറം പറയുന്നത് എനി കോമ്പറ്റേറ്റീവ് ഇക്വിലിബ്രിയം ഇസ് പാരറ്റോ എഫിഷ്യന്റ്. അതിപ്പോ കോമ്പറ്റേറ്റീവ് ഇക്വിലിബ്രിയം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്, കോമ്പറ്റേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ തന്നെ ഒരു ഐഡിയൽ മാർക്കറ്റ് സ്ട്രക്ചർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ്സ് ഐഡിയൽ, ഇറ്റ്സ് പെർഫെക്റ്റ്. ഓക്കെ, അപ്പൊ അവിടുത്തെ ഇക്വിലിബ്രിയം എന്താണ്? പാരറ്റോ എഫിഷ്യന്റ് ആണ്. പാരറ്റോ എഫിഷ്യന്റ് ആണെന്ന് പറയുമ്പോൾ whenever you are going for a redistribution of resources, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് നടത്തുമ്പോൾ ഒരാളെ ബെറ്റർ ഓഫ് ആക്കണമെങ്കിൽ മറ്റേയാളെ നിങ്ങൾ വേഴ്സ് ഓഫ് ആക്കിയേ പറ്റുള്ളൂ എന്നുള്ള ഒരു സെനാറിയോ ആണ്. ഓക്കെ, അതായത് ഒരാളുടെ വെൽഫെയർ കൂട്ടണമെങ്കിൽ മറ്റേ വെൽഫെയർ കുറച്ചേ പറ്റുള്ളൂ, അങ്ങനെ ഒരു അവസ്ഥ. സോ പാരറ്റോ എഫിഷ്യൻസി, ദാറ്റ് ഈസ് കോൾഡ് പാരറ്റോ എഫിഷ്യൻസി. കോമ്പറ്റേറ്റീവ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് പാരറ്റോ എഫിഷ്യന്റ് ആണ് എന്നുള്ളതാണ് ഫസ്റ്റ് തിയറം. സെക്കൻഡ് തിയറം നോക്കുകയാണെങ്കിൽ എനി പാരറ്റോ എഫിഷ്യന്റ് ലൊക്കേഷൻ ക്യാൻ ബി സസ്റ്റൈൻഡ് ആസ് എ കോമ്പറ്റേറ്റീവ് ഇക്വിലിബ്രിയം പ്രൊവൈഡഡ് ദർ ഈസ് എ സ്യൂട്ടബിൾ ഇനിഷ്യൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അപ്പോൾ പാരറ്റോ എഫിഷ്യന്റ് അലോക്കേഷനെ ഇതിനെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണമെങ്കിൽ, കോമ്പറ്റേറ്റീവ് ഇക്വിലിബ്രിയം ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ദർ ഷുഡ് ബി എ സ്യൂട്ടബിൾ ഇനീഷ്യൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അപ്പൊ ആദ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അതൊരു സ്യൂട്ടബിൾ സെൻസിൽ തന്നെ നടന്നിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ഒരു റീഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോൾ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? വി കുഡ് ആക്ച്വലി സേ ദാറ്റ് ഓക്കെ വി ആർ ടോക്കിംഗ് അബൌട്ട് എ പാരറ്റോ എഫിഷ്യന്റ് കോണ്ടെക്സ്റ്റ്. പാരറ്റോ എഫിഷ്യന്റ് കോണ്ടെക്സ്റ്റ് എപ്പോഴും മനസ്സിലാക്കാൻ, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് എന്ന് വെച്ചാൽ എന്താണ്? ലിമിറ്റഡ് ആണ്. നമ്മുടെ കയ്യിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ളതൊന്നുമില്ല. അൺലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് അല്ല, ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസിനെയാണ് നമ്മൾ ആൾക്കാർക്ക് വീതിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കൊടുക്കേണ്ടത് ഓട്ടോമാറ്റിക്കലി അത് മറ്റു ആൾക്കാർക്ക് കൊടുക്കുന്ന ക്വാണ്ടിറ്റിയിൽ കുറവ് വരുത്തിക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, ഡ്യൂ ടു ദിസ് ലിമിറ്റേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഈ ഒരു പാരറ്റോ എഫിഷ്യൻസി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഇൻ ദ കേസ് ഓഫ് എ കോമ്പറ്റേറ്റീവ് ഇക്വിലിബ്രിയം കോണ്ടെക്സ്റ്റ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും, സെക്കൻഡ് തിയറവും ഫസ്റ്റ് തിയറവും തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവരുടെ ഈ ഒരു ഐഡിയ, നമ്മുടെ ഈ ആരോന്റെയും ഡെബ്രൂവിന്റെയും ഐഡിയ നമുക്ക് ഇവിടെയും ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. That doesn't mean that ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഇൻഷുറൻസ് മാർക്കറ്റ്, ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഒക്കെ തന്നെ നമുക്ക് പലപ്പോഴായിട്ടും ആരോ-ഡെബ്രൂ മോഡലിന്റെ ഒരു ഐഡിയ യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതിന്റെ ഒന്നും അർത്ഥം ഈ ഒരു മോഡലിന് ഒരു പ്രശ്നം ഇല്ല എന്നല്ല. ഡെഫിനറ്റ്ലി ഇത് മോഡൽസ് ഹാവിങ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ്. നമ്മൾ ഓൾറെഡി അസംഷൻസ് പറഞ്ഞപ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് കുറെ പ്രശ്നങ്ങൾ പറഞ്ഞു. സോ കം ടു ദ ക്രിറ്റിസിസംസ് ദാറ്റ് വി ആർ ഹാവിങ് ഹിയർ. ഫസ്റ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ഇൻഫോർമേഷൻ. അപ്പൊ നമ്മൾ ഇവിടെ വിചാരിച്ചിരിക്കുന്ന മാർക്കറ്റ് സ്ട്രക്ചർ എന്താണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇസ് എ ഗുഡ് മാർക്കറ്റ് സ്ട്രക്ചർ, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത് റിയാലിറ്റിയിൽ ഇല്ല. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വിചാരിക്കുമ്പോഴേ നമ്മൾ പറയുന്നത് എന്താണ്? പെർഫെക്റ്റ് ഇൻഫോർമേഷൻ എക്സിസ്റ്റിംഗ്, ഇൻഫോർമേഷൻ സിമെട്രി എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് റിയാലിറ്റിയിൽ അറിയാം ഇൻഫോർമേഷൻ സിമെട്രി അല്ല അവിടെ ഉള്ളത്, ഇൻഫോർമേഷൻ ആസിമെട്രി ആണ്, അല്ലെ? ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ it assumes that all agents have perfect information about the goods and future states. പക്ഷെ അങ്ങനെ അല്ല റിയാലിറ്റിയിൽ ഇറ്റ്സ് ഡിഫറെന്റ്. സെക്കൻഡ് മേജർ ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ തിയറി is actually talking about or ഈ ഒരു പെർട്ടിക്കുലർ മോഡൽ is actually talking about ഒരു കോസ്റ്റ്ലെസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്നാണ്. പക്ഷെ നമുക്കറിയാം റിയാലിറ്റിയിൽ ട്രാൻസാക്ഷൻ ഒരിക്കലും കോസ്റ്റ്ലെസ് അല്ല, ഇറ്റ് ഈസ് കോസ്റ്റ്ലി, അല്ലെ? അപ്പൊ അവിടെയും ഒരു പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ഈ സീറോ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഒക്കെ അസ്യൂം ചെയ്തിരിക്കുന്ന ഒരുപാട് തിയറീസിനെയൊക്കെ നമുക്ക് അറിയാം. ഫോർ എക്സാമ്പിൾ ഈ കോസ്റ്റ് തിയറി ഒക്കെ
അതിൽ പെടുന്നതാണ്. അപ്പൊ ശരിക്കും അവിടെ നമ്മൾ ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു സീറോ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് വെച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല. ഡെഫിനറ്റ്ലി അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. യു കനോട്ട് ഹാവ് എ കോസ്റ്റ്ലെസ് ട്രാൻസാക്ഷൻ. അപ്പൊ അവിടെയും പ്രശ്നമാണ്. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്രിറ്റിസിസം, ദാറ്റ് ഈസ് യുണീക്നെസ്. While it proves equilibrium exists, it doesn't always guarantee that there is only one equilibrium or that is stable. അതായത് ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ ഈ ഒരു പെർട്ടിക്കുലർ മോഡലിൽ കൂടെ പറ്റുമായിരിക്കാം. പക്ഷെ അതിനർത്ഥം ഒരിക്കലും ഒരൊറ്റ ഇക്വിലിബ്രിയമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ ആൻഡ് അതിനെ നമുക്ക് എപ്പോഴും നിലനിർത്താനും പറ്റും എന്നുള്ളതല്ല. അപ്പോ ചിലപ്പോൾ മൾട്ടിപ്പിൾ ഇക്വിലിബ്രിയം വരാം. ഈ 1 എന്ന് പറയുന്നത് മോർ ദാൻ 1 ആവാം, മൾട്ടിപ്പിൾ ആവാം, അല്ലെ? ഇതിനെ നമ്മൾ ഈ ഒരൊറ്റ ഒരു ഇക്വിലിബ്രിയം അതിനെ സ്റ്റേബിൾ ആക്കി നിർത്തുക, അതായത് അതിന് ഒരിക്കലും ഡിസ്റ്റർബൻസ് വരാതെ അത് ഈ ഇക്വിലിബ്രിയം ഒരു ഡിസിക്വിലിബ്രിയത്തിലോട്ട് പോകാതെ പിടിച്ചു നിർത്താൻ പറ്റുമെന്നൊന്നും ഇവിടെ അർത്ഥമാക്കുന്നില്ല. ഇവർ ആകെ പറയുന്നത് എന്താണ്? എക്സിസ്റ്റൻസിനെ പറ്റിയിട്ടാണ് മെയിൻ ആയിട്ടും ഇവര് സംസാരിക്കുന്നത്, എക്സിസ്റ്റൻസ് ഓഫ് ദ ഇക്വിലിബ്രിയം. പക്ഷെ അതിന്റെ അർത്ഥം സ്റ്റെബിലിറ്റി അവിടെ ഉണ്ടാകണം എന്നുള്ള നിർബന്ധം പുലർത്തണം എന്നുള്ളതൊന്നും അല്ല. ഓക്കെ, സോ അവിടെയും പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇൻ ഷോർട്ട് നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്? ഇവര് ശരിക്കും ഒരു മാത്തമാറ്റിക്കൽ പ്രൂഫ് ആണ് തന്നിട്ടുള്ളത്. ആക്ച്വലി ഞാൻ മാത്തമാറ്റിക്കൽ പ്രൂഫിലോട്ട് കിടക്കാത്തത് സിമ്പിൾ ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ മോഡലിന്റെ ക്രക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ദാറ്റ്സ് വൈ നമ്മൾ മാത്തമാറ്റിക്കൽ മോഡലിലോട്ട് പോവാതെ മാത്തമാറ്റിക്കൽ ആസ്പെക്ട് എടുക്കാതെ തന്നെ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണമല്ലോ. അതായിരുന്നു ഇവിടുത്തെ ഉദ്ദേശം. ഓക്കെ, സോ ഈ ഒരു മാത്തമാറ്റിക്കൽ പ്രൂഫ് അറ്റൈൻ ചെയ്യാനായിട്ട് ഒരുപാട് ഐഡിയൽ ആയിട്ടുള്ള കണ്ടീഷൻസിന്റെ എക്സിസ്റ്റൻസ് അസ്യൂം ചെയ്തിട്ടാണ് നമ്മുടെ ആരോവും ഡെബ്രുവും ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ മോഡൽ സെറ്റ് ചെയ്തത്. പെർഫെക്റ്റ് കോമ്പറ്റീഷനും ട്രാൻസാക്ഷൻ കോസ്റ്റ്ലെസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യം. പക്ഷെ നമുക്കറിയാം ഇതൊന്നും തന്നെ ഇതിലൊന്നും തന്നെ എന്നല്ല, മിക്കതും നമുക്ക് റിയാലിറ്റിയിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും വരും. അത് ഒരു വലിയ ലിമിറ്റേഷൻ ആയിട്ട് നമ്മൾ എടുത്തേ പറ്റൂ. ഓക്കെ, സോ പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഈ മോഡലിൽ ഒന്നുമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ദ മോഡൽ ഈസ് ഹാവിങ് എ ലോട്ട് ഓഫ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. സോ എസ്പെഷ്യലി ഇത് സമയത്തെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, റിസ്കിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അൺസർട്ടനിറ്റിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒരേ സമയം തന്നെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് കുറെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എടുത്ത് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുമ്പോഴും അവര് റിയാലിറ്റിയിൽ നിന്നും കംപ്ലീറ്റ്ലി മാറി നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദ മോഡൽ ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഐഡിയ ഓഫ് ടൈം, ഐഡിയ ഓഫ് റിസ്ക്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നാളെ മഴ പെയ്താൽ ഞാൻ ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരാം, നാളെ മഴ പെയ്തില്ലെങ്കിൽ പ്രോഡക്റ്റ് തരേണ്ട ആവശ്യമില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. സോ ആക്ച്വലി യു ആർ ടോക്കിംഗ് അബൌട്ട് സംതിങ് കണക്റ്റഡ് ടു റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ആൻഡ് ടൈം വിച്ച് വുഡ് ബി റിലേറ്റഡ് ടു റിയാലിറ്റി, അല്ലെ? സോ മാത്തമാറ്റിക്കലി ഈ ഒരു മോഡൽ വളരെ എലിഗന്റ് ആയിട്ട് നമുക്ക് തോന്നും. എന്ന് വെച്ചിട്ട് ഈ ഒരു മോഡൽ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് ആക്ച്വലി വെരി മച്ച് എവേ ഫ്രം റിയലിസ്റ്റിക് ഐഡിയാസ്, അല്ലെങ്കിൽ റിയലിസത്തിൽ നിന്നും വളരെ ദൂരെ ആയിട്ട് നമുക്ക് പലപ്പോഴും ഈ ഒരു മോഡലിനെ പറ്റി ചിന്തിക്കുമ്പോൾ തോന്നും എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ക്രക്സ് ഓഫ് Arrow-Debreu model. Hope you could understand. So, ഇനി പറയാനുള്ളത്, you will be getting previous year question papers, answers, free study materials, live and regular classes and free MCQ based weekly test. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, you can download Learn Academy app. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നേക്കാം. And also you can join our free Telegram community. That's all for today. Thank you for watching, and you can like, share and subscribe to our channel for more such content.